പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 6ൻ്റെ ചാപ്റ്റർ 5ലെ പേജ് നമ്പർ 120ലെ ഫിഗർ ഇറ്റ് ഔട്ടിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ പാർട്ട് തൊട്ട് കാണാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ഇടയ്ക്കുള്ള വീഡിയോസ് കയറി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഞാൻ ഫിഗർ ഇറ്റ് ഔട്ട് ചെയ്യുമ്പോൾ ആദ്യം തൊട്ട് എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല, പഠിപ്പിച്ചതിൻ്റെ ബാക്കിയായിട്ടായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ആദ്യത്തെ വീഡിയോസ് തൊട്ട് കണ്ടു നോക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് എ നമ്പർ ഹാസ് 1 2 2 3s ആൻഡ് 1 11. വാട്ട് ഈസ് ദ നമ്പർ? അപ്പോൾ നമുക്കറിയാം പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് വെച്ചാൽ എന്താ, തന്നിരിക്കുന്ന നമ്പറിനെ പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ച് ഫാക്ടറൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു നമ്പറിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ കിട്ടിയത് എന്തൊക്കെയാണ്? ഒരു 2 കിട്ടി, 2 3 കിട്ടി, ഒരു 11 കിട്ടി. നമ്പർ എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നമ്പർ കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. റിക്വയർഡ് നമ്പർ ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 2 2 3s. അപ്പോൾ 3 × 3 × 1 11 ഈസ് ഈക്വൽ ടു എന്ത് വരും? 2 × 3 6, 6 3s are 18, 18 × 11 198. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് 3 പ്രൈം നമ്പേഴ്സ് ഓൾ ലെസ് ദാൻ 30 whose product is 1955. അപ്പം 3 പ്രൈം നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അത് 3ഉം 30യെക്കാട്ടിൽ ലെസ്സായിരിക്കണം. അതിൻ്റെ ആ 3 നമ്പേഴ്സിൻ്റെയും കൂടെ പ്രൊഡക്റ്റ് എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്? 1955 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള 3 പ്രൈം നമ്പേഴ്സാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് നോക്കിയാൽ മതി? ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കിയാൽ മതി അല്ലേ. 1955നെ ഫസ്റ്റ് നമുക്ക് 5 വെച്ചിട്ട് ചെയ്യാം. 19ൽ 5 3 ടൈംസ് 5 3s are 15. അപ്പോൾ 15 19ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 4 കിട്ടും. അപ്പോൾ 4 ഇവിടെ എഴുതിയാൽ ഇത് 45. 45ൽ 5 9 ടൈംസ് 9 5s are 45. അടുത്തത് 5 5ൽ 5 1 ടൈം. അപ്പോൾ 391 എന്ന് കിട്ടി. ഇനി ഈ 391നെ നമുക്ക് 17 എന്ന പ്രൈം നമ്പർ കൊണ്ടേ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. 17 × 23 is 391. ഓക്കെ. അപ്പോൾ നമുക്ക് 30യെക്കാട്ടിൽ ലെസ്സായിട്ടുള്ള 3 പ്രൈം നമ്പേഴ്സ് കിട്ടിയല്ലോ. അപ്പോൾ എന്തെഴുതാം? 1955 ഈസ് ഈക്വൽ ടു 5 × 17 × 23. Thus 5, 17 and 23 are 3 prime numbers less than 30 whose product is 1955. Next, fourth question, find the prime factorization of these numbers without multiplying first. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യാതെ ഈ നമ്പേഴ്സിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് 56 × 25. അപ്പോൾ ഈ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാതെ എന്ത് ചെയ്യണം? ഇതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ 56നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 56നെ നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 5ൽ 2 ടൈംസ് 2 2s are 4. 5 - 4 is 1. ആ 1 നമ്മൾ 6ൻ്റെ മുമ്പിൽ എഴുതുന്നു. അപ്പോൾ 16 ആവും. 8 2s are 16. Again 2, 28 divided by 2, that is 14. Again 2 7. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 × 2 × 2 × 7. ഇനി അടുത്തത് 25നെ ചെയ്യണം. അപ്പോൾ 25 നമുക്കറിയാം എന്താ? 5 × 5 ആണ് 25. അപ്പോൾ നമ്മൾ ഈ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ നമ്മളിതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു. ഓക്കെ. ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാം, അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ എങ്ങനെ എഴുതാം? 2 × 2 × 2 × 5 × 5 × 7 എന്ന് എഴുതാം. ഇനി അടുത്തത് സെക്കൻഡ് വൺ
108 108 ഇൻറ്റു 75. 108നെ ചെയ്താൽ എന്ത് വരും? 108നെ നമുക്ക് 2 കൊണ്ട് ചെയ്യാം. അപ്പോൾ 5 2s are 10, 4 2s are 8. Again 2 2s are 4. അപ്പോൾ 5 minus 4 is 1. ആ 1 ഇവിടെ കൊടുക്കുമ്പോൾ ഇത് 14 ആവും. 7 2s are 14. അടുത്തത് 3 കൊണ്ട് ചെയ്യാം. 9 3s are 27. Again 3 3s are 9. 3 1. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3. ഇനി നമുക്ക് 75നെ എന്ത് ചെയ്യാം? 5 ഇൻറ്റു 15 ആണ് 75. അപ്പോൾ 5 ഇൻറ്റു 15നെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്താൽ 3 ഇൻറ്റു 5. ഓക്കെ, ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എന്തെഴുതാം? 2 ഇൻറ്റു 2 ഇൻറ്റു 3 എല്ലാം കൂടെ അടുത്തത് ഒരുമിച്ച് എഴുതുന്നു. 4 3 ഉണ്ട്, അത് 4ഉം കൂടെ ഒരുമിച്ച് എഴുതുന്നു. അടുത്തത് 5 രണ്ടെണ്ണമുണ്ട്, അത് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതുന്നു. ഇനി അടുത്തത് 1000 ഇൻറ്റു 81. അപ്പോൾ 1000നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുന്നു. 2 കൊണ്ട് ചെയ്താൽ 500. 500നെ 2 കൊണ്ട് ചെയ്താൽ 250. 500 ഡിവൈഡഡ് ബൈ 2 ഈസ് 250. എഗെയിൻ 2 കൊണ്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 125 എന്ന് കിട്ടും. ഇനി നമുക്ക് 5 കൊണ്ട് ചെയ്യാം. 5 കൊണ്ട് ചെയ്യുമ്പോൾ 12ൽ 5 2 ടൈംസ്. അപ്പോൾ ഇവിടെ വീണ്ടും 25 ആകും. 5 5s are 25. 5 5s are 25. Again 5 1. അപ്പോൾ നമ്മൾ 1000നെ ചെയ്തപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് വന്നു. 81നെ നമുക്ക് എങ്ങനെ എഴുതാം? 81 എന്ന് പറയുന്നത് 9 ഇൻറ്റു 9 ആണ് 81. 9നെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്താൽ 3 ഇൻറ്റു 3. അടുത്ത 9നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 3 ഇൻറ്റു 3. ഇതിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുന്നു. 2 ഇൻറ്റു 2 ഇൻറ്റു 2. അടുത്ത 3 ഒരുമിച്ച് എഴുതുന്നു. 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3. അടുത്തത് 5നെ ഒരുമിച്ച് എഴുതുന്നു. 5 ഇൻറ്റു 5 ഇൻറ്റു 5. Fifth question, what is the smallest number whose prime factorization has 3 different prime numbers? 3 ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സ് പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? അതായത് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സ് ആയിരിക്കണം. അങ്ങനെ കിട്ടുന്ന സ്മോളസ്റ്റ് നമ്പർ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. എന്ത് ചെയ്താൽ മതി? ഏറ്റവും ചെറിയ 3 സ്മോളസ്റ്റ് നമ്പേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഏതൊക്കെയാണ്? 2 3 5 അല്ലേ? എന്ത് വരും? 2 3s are 6. 6 into 5 30. 30 is the smallest number whose prime factorization has 3 different prime numbers. അടുത്ത 4 different prime numbers ഉള്ളത് കണ്ടുപിടിക്കണം. അതിനും എന്ത് ചെയ്താൽ മതി? 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 7 ചെയ്താൽ മതി. 2 ഇൻറ്റു 3 ഇൻറ്റു 5 ചെയ്തപ്പോൾ നമുക്ക് 30 കിട്ടി. 30 ഇൻറ്റു 7. 7 3s are 21. 0യും കൂടെ ഇട്ട് കൊടുക്കുന്നു. 210. വളരെ സിമ്പിളാണ്. അപ്പോൾ സ്മോളസ്റ്റ് നമ്പറാണ് ചോദിച്ചത്. അതുകൊണ്ട് നിങ്ങൾ സ്മോളസ്റ്റ് പ്രൈം നമ്പേഴ്സ് യൂസ് ചെയ്ത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ ഇറ്റ് ഔട്ട് നമ്മുടെ കഴിഞ്ഞു. ഇനി അടുത്ത പോർഷനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.